ഹായ് അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ചെറിയ ജലദോഷവും തൊണ്ടവേദന, മൂക്കടപ്പ്, ചെറിയ ചെറിയ പനി, ഇങ്ങനെ പല പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശബ്ദത്തിന് എന്തെങ്കിലും അപാകത തോന്നുകയോ, അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു കടയുണ്ട്. അപ്പോൾ കടയുടെ മുന്നിൽ കുറേ ആളുകളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ ഒക്കെ ഡിസ്റ്റർബൻസ് ആണ്, പക്ഷേ അതൊക്കെ ശബ്ദങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന തേങ്ങ ആയിക്കോട്ടെ, മാങ്ങ ആയിക്കോട്ടെ, ചക്ക ആയിക്കോട്ടെ, നമ്മളിതെല്ലാം ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളൊരു തേങ്ങ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ കറി വെക്കാൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കുറേ സ്നാക്സുകളൊക്കെ ഉണ്ടാക്കുന്നതിലൊക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എണ്ണയായിട്ട് ഉപയോഗിക്കാൻ എടുക്കുന്നു. അതുപോലെ തന്നെ ചക്കയാണെങ്കിലും അതുപോലെ ചിപ്സ് ഉണ്ടാക്കുന്നു. അതുപോലെ തോരൻ വയ്ക്കുക. പഴുത്ത് കഴിഞ്ഞാൽ നമ്മളതിനെ ചക്ക പഴം കഴിക്കും, കുരുവിന് ഉപയോഗിക്കും, ചക്കനെ തോരൻ വയ്ക്കും. അതുപോലെ തന്നെ മാങ്ങയാണെങ്കിൽ അതിന് നമ്മൾ ചെറുതായിരിക്കുമ്പോൾ, മൂവാണ്ട മാങ്ങയൊക്കെ ആണെങ്കിൽ പിന്നെ പറയാനില്ല, കുറച്ച് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കുത്തിയിട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കല്ലൊക്കെ ഇട്ട് കുത്തിട്ടോ, അങ്ങനെ കല്ലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുത്തിയിട്ട് നമ്മളതിനെ, അമ്മിക്കല്ലാണ്ടോ ഉദ്ദേശിച്ച് കല്ലെന്ന് പറഞ്ഞത്. അപ്പോൾ അതിലൊക്കെ നമ്മളിങ്ങനെ കുത്തിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പഴുത്ത് കഴിഞ്ഞാൽ മാങ്ങയുടെ നമുക്ക് നല്ല മാമ്പഴം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അച്ചാറുണ്ടാക്കും. അതുപോലെ നമ്മൾ ഇതെല്ലാം നമ്മുടെ ലൈഫിലൊരു ഭാഗമായിട്ട് മാറിയിരിക്കണം ഇതെല്ലാം. ഇതുപോലെ എല്ലാ ഫലങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളും ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. നമ്മളിതെല്ലാം നിത്യേന ഇങ്ങനെ കഴിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതെവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നതെന്ന്? ആരാണ് നമുക്ക് വേണ്ടി ഇത് നട്ടു വളർത്തിയതെന്ന് നമുക്കറിയാമോ? നമ്മളതൊന്നും ചിന്തിച്ചിട്ടില്ല. നമ്മൾ കഴിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ പൂർവികർ നമുക്കായി കരുതി വെച്ച സംഭവങ്ങളൊക്കെയാണ് നാം ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചക്കയായിക്കോട്ടെ, മാങ്ങയായിക്കോട്ടെ, തേങ്ങയായിക്കോട്ടെ. പക്ഷെ നമ്മൾ വരും തലമുറയ്ക്കായി എന്തെങ്കിലും കരുതി വയ്ക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് പാലക്കാടിൽ പഠിക്കുന്ന സമയത്ത് ഒരു മുത്തശ്ശി മരമുണ്ട്. ഇന്നും ആ മരം അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ നടന്ന് വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ അതിൻ്റെ ചുവട്ടിലോട്ട് പോയി ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന കുളിർമയായിട്ടുള്ള കാറ്റും നല്ല തണലും ഭയങ്കര സന്തോഷം തരുന്ന ഒന്നാണ് ഈ മരം എന്ന് പറയുന്നത്. ഒത്തിരി പേരിനെ ചുറ്റി കൈകോർത്ത് നിന്നാൽ മാത്രമേ അതിന് ആ മരത്തിന് നമുക്ക് റൗണ്ടായിട്ട് അതിന് ഇത്ര വലിപ്പം നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും വലിയൊരു മരമാണ്. അതിന് പേര് തന്നെ മുത്തശ്ശി മരം എന്നാണ്. അതുപോലെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ റോഡരികിലൂടെ ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ നല്ല മരത്തിൻ്റെ താഴെയൊക്കെ നമ്മൾ എത്തുമ്പോൾ കുറച്ചൊന്ന് വണ്ടിയൊക്കെ നിർത്തി ആ തണുപ്പത്ത് നിന്ന് കുറച്ച് വിശ്രമം നമ്മുടെ ശരീരത്തിന് കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. എല്ലാവരുടെ കാര്യം അത് തന്നെയാണ്. കാരണം ആ തണലെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. മരുഭൂമിയിൽ മഴ പെയ്യുന്നത് പോലെയാണ് നമ്മൾ വെയിൽ കൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു മരത്തിന് തണല് കിട്ടാൻ. നമ്മളതെല്ലാം വെട്ടി നശിപ്പിക്കുന്നു, നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നു. അതായത് മുമ്പ് ഉള്ളവർ നമുക്കായി കരുതിയത് കൊണ്ടാണ് നമുക്കിതെല്ലാം ആസ്വദിക്കാൻ പറ്റുന്നത് അല്ലേ. എന്നാൽ വരും തലമുറയ്ക്ക് നമ്മൾ എന്തെങ്കിലും കരുതുന്നുണ്ടോ? നമ്മൾ കരുതണം. അറ്റ്ലീസ്റ്റ് ഒരു തൈയെങ്കിലും നടണം. ഒരു മാങ്ങ മരമോ അല്ലെങ്കിൽ ഒരു തെങ്ങിൻ തൈയോ എന്തെങ്കിലും ഒരു തൈ നട്ട് ഭാവിയിൽ വരുന്ന തലമുറയ്ക്കായി നമ്മൾ കരുതേണ്ടത് അത്യാവശ്യമാണ്. വരും തലമുറയ്ക്കായി നമുക്കൊരു തൈ നടാം സഹോദരങ്ങളെ. നമുക്കൊരുമിച്ച് കൈകോർക്കാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യുക. ബൈ.